നമ്മുടെ നാവിനെ നിയന്ത്രിക്കുവാൻ സാധിക്കുമെന്നാൽ ജീവിതം തന്നെ അനുഗ്രഹമാകും. നാവിന് നിയന്ത്രണമില്ലാത്തതാണ് നമ്മിൽ അനേകരും ചെന്ന് ചാടുന്ന മിക്കവാറും അബദ്ധങ്ങൾക്കും വേദനകൾക്കുമൊക്കെ കാരണം. ശരിയല്ലേ? ചിന്തിക്കാം. രക്ഷപ്പെടുവാൻ ഒരു കള്ളം പറഞ്ഞാൽ അല്ലെങ്കിൽ എന്തെങ്കിലും കള്ളം കാണിച്ചാൽ അത് അത്ര വലിയ തെറ്റല്ല, മറിച്ച് നമുക്ക് പ്രയോജനമുണ്ടാകുന്നതാകയാൽ ചില കള്ളങ്ങൾ ശരിയാകുന്നു എന്ന് ചിന്തിക്കുന്നവരാണ് അധികവും. അതുകൊണ്ടാണല്ലോ ഒരു കാലത്ത് കാട്ടുകള്ളന്മാരായിരുന്നവരെ ഇന്ന് ഹീറോകളായി കണ്ട് മനുഷ്യർ ആരാധിക്കുന്നത്. പൊതുവെ ഈ മനോഭാവമുള്ളതിനാലായിരിക്കും സമൂഹം കള്ളത്തെ പച്ചക്കള്ളമെന്നും വെള്ളക്കള്ളമെന്നും ഒക്കെ ചിന്തിക്കുന്നത്. അങ്ങനെ കേട്ടിട്ടില്ലേ? പച്ചക്കള്ളം, വെള്ളക്കള്ളം, ഗ്രേ ഏരിയ എന്ന് ഇംഗ്ലീഷിൽ പറയും. കള്ളത്തിന് ഏതൊക്കെ രൂപഭേദം വരുത്തിയാലും ഏതൊക്കെ വിധത്തിലുള്ള നിറം കൊടുത്താലും കള്ളം കള്ളമാകുന്നു. ബൈബിളിൻ പ്രകാരം ദൈവം അതൊരിക്കലും അംഗീകരിക്കില്ല. ഇപ്പോൾ നിങ്ങളുടെ മനസ്സിൽ കള്ളം പറഞ്ഞ ചിലരുടെ പേര് ഓർമ്മ വന്നില്ലേ? അത് ശരിയാ, അവർ കള്ളം പറഞ്ഞു, അതിൻ്റെ ശിക്ഷ അവർ വഹിക്കുകയും ചെയ്തു. അതിപ്പോൾ കള്ളമെന്ന് നാം പറയുമ്പോൾ അത് വ്യാജമായാലും ശരി, കപടമായാലും ശരി, ഇരുമനസ്സോടുകൂടെ സംസാരിക്കുന്നതാണെങ്കിലും ശരി, മുഖസ്തുതി പറയുന്നതും പൊങ്ങച്ചം പറയുന്നതും കാണിക്കുന്നതും എല്ലാം കള്ളത്തിൻ്റെ കൂട്ടത്തിൽ പെടും എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. പല ദൈവവിശ്വാസികളും ഇതത്ര കാര്യമായി എടുക്കാറില്ല. വളരെ മോശമായൊരു മനോഭാവമുള്ളതിനാൽ അത് വാക്കുകളാൽ പ്രകടിപ്പിക്കുന്നതാണ് ഞാൻ മുകളിൽ പറഞ്ഞ കള്ളങ്ങളെല്ലാം. വളരെ മോശമായ ഒരു മനോഭാവമാണ് അതിൻ്റെ പിൻപിലുള്ളത്. സങ്കീർത്തനക്കാരൻ പാടുന്നത് തന്നെ ഈ വിപത്തിൽ നിന്നും തന്നെ രക്ഷിക്കണേ എന്നാണ്. നമ്മുടെ ഏറ്റവും വലിയ ശത്രു നമ്മുടെ നാവ് തന്നെയാകുന്നു എന്നത് എല്ലാവരും സമ്മതിക്കും. കാരണം വളരെ ചെറിയ ഒരു അവയവമെങ്കിൽ തന്നെ നാവ് വരുത്തുന്ന ദോഷങ്ങൾ എത്ര വലുതാണ്. നാവിനെ എങ്ങനെ ഉപയോഗിക്കണം എന്ന് നാം അറിയുന്നതൊരു വലിയ വിജയമാണ്. അതുതന്നെ നമുക്കൊരുമിച്ച് ചിന്തിക്കാം. ഇന്ന് നാം 11, 12, 13 സങ്കീർത്തനങ്ങളാണ് ഒരുമിച്ച് പഠിക്കുവാൻ പോകുന്നത്. ആ ഭാഗം എടുത്താട്ട് 11-ാം സങ്കീർത്തനം മുതൽ നമുക്ക് നോക്കാം. നീതിമാന്റെ പരിശോധന എന്നതാണ് 11-ാം സങ്കീർത്തനത്തിലെ വിഷയം. ഇത് ദാവീദിന്റെ മനോഹരമായ ഒരു ചെറിയ സങ്കീർത്തനമാണ്. സംഗീത പ്രമാണിക്ക് ദാവീദിന്റെ ഒരു സങ്കീർത്തനം എന്ന തലക്കെട്ടിൽ നാം ഇതിനെ കാണുന്നു. ഏത് സാഹചര്യത്തിലാണ് ഇത് എഴുതപ്പെട്ടത് എന്ന് പറഞ്ഞിട്ടില്ല. എന്നാൽ ദാവീദിന്റെ ജീവിതത്തിലെ പീഡനങ്ങളുടെയും പരിശോധനകളുടെയും മധ്യത്തിലാണ് ഇത് എഴുതിയത് എന്ന് വ്യക്തമാണ്. അബ്ശാലോമിൽ നിന്ന് ഓടി ഒളിച്ച കാലത്തെ ആയിരിക്കണം ഇത് സൂചിപ്പിക്കുന്നത്. ശ്രേഷ്ഠനായ ദാവീദ് രാജാവിൻ്റെ ഹൃദയം ഇവിടെ തുറന്നു കാട്ടിയിരിക്കുന്നു. 11-ാം സങ്കീർത്തനം നിങ്ങൾ എന്നോടൊപ്പം എടുക്കുമെങ്കിൽ നമുക്കൊന്ന് വായിക്കാം. 1-ാം വാക്യം ഞാൻ വായിക്കട്ടെ. ഞാൻ യഹോവയെ ശരണമാക്കിയിരിക്കുന്നു. പക്ഷികളെ നിങ്ങളുടെ പർവ്വതത്തിലേക്ക് പറന്നു പോകുവീൻ എന്ന് നിങ്ങൾ എന്നോട് പറയുന്നത് എങ്ങനെ? സങ്കീർത്തനക്കാരൻ അപകടത്തിലാണ്. ചില ആലോചനക്കാർ ഓടി ഒളിക്കുവാനുള്ള ഉപദേശമാണ് അവന് നൽകുന്നത്. എന്നാൽ ദൈവത്തിലുള്ള പൂർണ്ണമായ വിശ്വാസം മൂലം ഈ ആലോചന സങ്കീർത്തനക്കാരൻ നിരസിക്കുന്നു. എന്താണ് കാരണം? നീതിമാനായ യഹോവ തൻ്റെ ദാസന്മാരെ പരിശോധിക്കുന്നുവെങ്കിലും, അതെ പരീക്ഷിക്കുന്നുവെങ്കിലും അവരെ തള്ളിക്കളയുകയോ ഉപേക്ഷിക്കുകയോ ചെയ്യുന്നില്ല. നീതിമാനല്ല, ദുഷ്ടനാണ് ഭയപ്പെടേണ്ട ആവശ്യമുള്ളത്. ഇതേ ഉപദേശമാണ് പലപ്പോഴും മനഃശാസ്ത്രജ്ഞന്മാരും നൽകുന്നത്. താങ്കളുടെ പ്രശ്നങ്ങളിൽ നിന്നും അകന്നു മാറുവാൻ അവർ താങ്കളോട് പറയും. എല്ലാറ്റിൽ നിന്നും അകന്നു മാറി വിശ്രമിക്കുവാൻ അവർ ഉപദേശിക്കും. ഒരു പക്ഷി പർവ്വതത്തിലേക്ക് പറന്നു പോകുന്നത് പോലെ താങ്കളുടെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നിന്ന് അകന്നു മാറുക എന്ന് അവൻ പറയും. എന്നാൽ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുവാനുള്ള മാർഗം അതല്ല സുഹൃത്തെ. താങ്കളുടെ പ്രശ്നങ്ങളിൽ നിന്നും താങ്കൾക്ക് അഭിമുഖീകരിക്കേണ്ടതായ സാഹചര്യത്തിൽ നിന്നും താങ്കൾ ഓടി ഒളിക്കുവാൻ ശ്രമിക്കുക എന്ന് പറയുന്നത് ഒരു നല്ല ഉപദേശമല്ല. ഭയം കൊണ്ട് താങ്കൾ ഓടിപ്പോകരുത്.
അബ്ശാലോം ദാവീദിനെ കൊല്ലുവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവൻ്റെ ജീവനെക്കുറിച്ചുള്ള ഭയം കൊണ്ടാണ് പലരും ദാവീദിനോട് ഓടിപ്പോകുക എന്ന ആലോചന പറഞ്ഞു കൊടുത്തത്. 2-ാം വാക്യം നോക്കിക്കേ. ഇതാ ദുഷ്ടന്മാർ ഹൃദയപരമാർത്ഥികളെ ഇരുട്ടത്ത് എയ്യേണ്ടതിന് വില്ലുകുലച്ച് അസ്ത്രം ഞാണിന്മേൽ തൊടുക്കുന്നു. അബ്ശാലോമിൻ്റെ അനുയായികൾ അവസരം കിട്ടിയാൽ ദാവീദിനെ കൊന്നുകളയുവാനുള്ള താല്പര്യത്തോടെ ഇരിക്കുകയായിരുന്നു. 2 ഭാഗത്തും വലിയ ശത്രുതാ മനോഭാവമാണ് ഉണ്ടായിരുന്നത്. അബ്ശാലോം തൻ്റെ പിതാവിനെതിരായി യുദ്ധം ചെയ്തപ്പോൾ ദാവീദ് ദേശത്തു നിന്ന് ഓടിപ്പോയില്ല. ദാവീദ് ശത്രു സൈന്യ നീക്കങ്ങൾ നല്ലതുപോലെ പരിശോധിച്ചുകൊണ്ട് ദേശത്ത് തന്നെ താമസിക്കുകയാണ് ചെയ്തത്. തൻ്റെ 3 സൈന്യാധിപന്മാർക്കും ദാവീദ് വ്യക്തമായ നിർദ്ദേശങ്ങൾ നൽകി. എൻ്റെ മകനായ അബ്ശാലോമിനെ ഉപദ്രവിക്കരുത്, അവൻ സുരക്ഷിതനായിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എന്ന്. ഇക്കാര്യം ഓർത്തുകൊള്ളുക. ദാവീദ് നല്ലൊരു പടയാളിയും യുദ്ധത്തിൻ്റെ എല്ലാ തന്ത്രങ്ങളും നല്ലവണ്ണം അറിയാവുന്നവനുമായിരുന്നു. അങ്ങനെയുള്ള പിതാവിനോട് യുദ്ധം ചെയ്യുവാൻ ഒരുമ്പെട്ടത് അബ്ശാലോമിൻ്റെ വലിയ ബുദ്ധികേടായിരുന്നു. വനത്തിലും പർവ്വതങ്ങളിലുമെല്ലാം യുദ്ധം ചെയ്യേണ്ടത് എങ്ങനെയെന്ന് ദാവീദിന് നല്ല വശമുണ്ടായിരുന്നു. എന്നാൽ അബ്ശാലോമിനും അവൻ്റെ ആളുകൾക്കും ഇക്കാര്യങ്ങൾ അറിവില്ലായിരുന്നു. അവർ അനുഭവസമ്പന്നരായിരുന്നില്ല. അവർ യുദ്ധത്തിൽ പരാജയപ്പെടുകയും ചെയ്തു. അബ്ശാലോമിൻ്റെ ഭാഗത്തും മാത്രമല്ല, ദാവീദിൻ്റെ ഭാഗത്തും ശത്രുത നിലനിന്നിരുന്നു. ദാവീദിൻ്റെ സൈന്യാധിപന്മാരിൽ ഒരാളായ യോവാബ് അവസരം ലഭിച്ചപ്പോൾ അബ്ശാലോമിനെ കുന്തം കൊണ്ട് കുത്തിക്കൊല്ലുകയാണ് ചെയ്തത്. എന്നാൽ അബ്ശാലോമിൻ്റെ മരണം ദാവീദിൻ്റെ ഹൃദയത്തെ തകർത്ത് കളഞ്ഞു. ആ ആഘാതത്തിൽ നിന്ന് ദാവീദ് ഒരിക്കലും കരകയറിയില്ല എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. അബ്ശാലോം ഭരണം പിടിച്ചെടുക്കുവാൻ ശ്രമിച്ചപ്പോൾ ദാവീദ് യെരൂശലേമിൽ നിന്നും ഓടിപ്പോയി. നിയമവും എല്ലാം വഷളായി. ദേശത്ത് ജീവനുള്ള സത്യദൈവത്തെ ആരാധിക്കുന്നതും നിന്നുപോയി. 3-ാം വാക്യത്തിൽ നാം കാണുന്നു, അടിസ്ഥാനങ്ങൾ മറിഞ്ഞുപോയാൽ നീതിമാൻ എന്തു ചെയ്യും? ഇന്നും ചോദിക്കുവാൻ കൊള്ളാവുന്ന ഒരു നല്ല ചോദ്യമാണ് ഇതില്ലേ. ഇന്ന് ദൈവജനത്തിൻ്റെ അധികാരത്തിനെതിരായ വെല്ലുവിളികൾ എല്ലായിടത്തും ഉയർന്നു വരുന്നതായി കാണാം. ദൈവം ആരംഭം മുതലേ അരുത് എന്ന് പറഞ്ഞിരിക്കുന്ന തെറ്റുകളും പാപങ്ങളും ഇന്ന് സമൂഹങ്ങൾ അംഗീകരിക്കുന്നതായി കാണാം. നീതിമാന് എന്ത് ചെയ്യുവാൻ കഴിയുമെന്നതാണ് പ്രശ്നം. അവർക്ക് എന്ത് ചെയ്യുവാൻ കഴിയും? സങ്കീർത്തനക്കാരൻ തുടർന്ന് പറയുന്നത് ശ്രദ്ധിക്കുക. 4-ാം വാക്യം. യഹോവ തൻ്റെ വിശുദ്ധ മന്ദിരത്തിലുണ്ട്. യഹോവയുടെ സിംഹാസനം സ്വർഗത്തിലാകുന്നു. അവൻ്റെ കണ്ണുകൾ ദർശിക്കുന്നു. അവൻ്റെ കൺപോളകൾ മനുഷ്യപുത്രന്മാരെ ശോധന ചെയ്യുന്നു. ദൈവം ഇന്ന് നമ്മെ ശോധന ചെയ്തുകൊണ്ടാണ് ഇരിക്കുന്നത്. അവൻ നമ്മെ പരിശോധിക്കുന്നു. അവങ്കിലേക്ക് മാത്രമേ നമുക്ക് സഹായത്തിനായി കടന്നു ചെല്ലുവാൻ കഴിയൂ. നമ്മുടെ അടിസ്ഥാനങ്ങൾ നീങ്ങിപ്പോകുമ്പോൾ നീതിമാന് പിടിച്ചു നിൽക്കുവാൻ ദൈവമുണ്ട്. അബ്രഹാം ആ അവസ്ഥയിൽ എത്തിയതറിയാമല്ലോ. അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം അബ്രഹാം തൻ്റെ കരങ്ങൾ കൊണ്ട് ദൈവത്തെ മുറുകെ പിടിച്ചു എന്നാണ്. അവൻ ദൈവത്തെ വിശ്വസിച്ചു. ഇന്നും നമുക്ക് ദൈവത്തെ വിശ്വസിക്കുകയും അവനെ മുറുകെ പിടിക്കുകയും ചെയ്യാവുന്നതത്രേ. നമ്മുടെ ദൈവം എത്ര അത്ഭുതവാനായ ദൈവമാണ്. 5-ാം വാക്യത്തിൽ നാം കാണുന്നു, യഹോവ നീതിമാനെ ശോധന ചെയ്യുന്നു, ദുഷ്ടനെയും സാഹസപ്രിയനെയും അവൻ്റെ ഉള്ളം വെറുക്കുന്നു. ദൈവം നീതിമാനെ ശോധന ചെയ്യുന്നു. തനിക്കുള്ളവർ ആരൊക്കെയാണെന്ന് ദൈവത്തിനറിയാം. അവൻ തൻ്റെ മക്കളെ ശോധന ചെയ്യുന്നു. അവൻ എന്നെ ശോധന ചെയ്യുന്നു. അവനൊരു പക്ഷേ താങ്കളെയും ശോധന ചെയ്യുന്നുണ്ടായിരിക്കാം. ദൈവം നമ്മെ വെറുക്കുന്നു എന്നല്ല അതിൻ്റെ അർത്ഥം. നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയും അവിടുത്തെ മഹത്വത്തിനായിട്ടുമാണ് ദൈവം നമ്മെ ശോധന ചെയ്യുന്നത്. ദുഷ്ടനെയും സാഹസപ്രിയനെയും അവൻ്റെ ഉള്ളം വെറുക്കുന്നു. നാം എന്ത് ചെയ്താലും എങ്ങനെയുള്ളവരായിരുന്നാലും ദൈവം എല്ലായ്പ്പോഴും നമ്മെ സ്നേഹിക്കുന്ന പിതാവാകുന്നു എന്ന ചിന്തയാണ് താങ്കൾക്കുള്ളതെങ്കിൽ ഈ സങ്കീർത്തനവും മറ്റ് ചില സങ്കീർത്തനങ്ങളും താങ്കൾ വീണ്ടും വായിച്ച് മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. തങ്ങളുടെ ദുഷ്ടതയിൽ തന്നെ മുൻപോട്ട് പോകുവാൻ ആഗ്രഹിക്കുന്ന ദുഷ്ടനെ ദൈവം വെറുക്കുന്നു. ദൈവം സാത്താനെ സ്നേഹിക്കുന്നു എന്ന് ഞാൻ ചിന്തിക്കുന്നില്ല. ദൈവം അവനെ വെറുക്കുന്നു എന്നാണ് എൻ്റെ വിചാരം. ദൈവത്തെങ്കിലേക്ക് തിരിയുവാൻ താല്പര്യമില്ലാത്തവരെയും അവൻ വെറുക്കുന്നു. ദൈവം താങ്കളെ സ്നേഹിച്ച് താങ്കൾക്ക് വേണ്ടി മരിക്കുവാനായി തൻ്റെ പുത്രനെ ഏൽപ്പിച്ചു തന്നു. എന്നാൽ പാപത്തിൽ തന്നെ തുടരുവാനാണ് താങ്കൾ ആഗ്രഹിക്കുന്നതെങ്കിൽ താങ്കൾ ദൈവത്തിൻ്റെ ശത്രുവായിത്തീരുന്നു. ദൈവം താങ്കളുടെ ശത്രുവുമാകുന്നു. താങ്കളെ രക്ഷിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. സുഹൃത്തെ, താങ്കൾ ദൈവത്തെങ്കിലേക്ക് തിരിഞ്ഞ് താങ്കളുടെ അകൃത്യങ്ങളെ ഉപേക്ഷിക്കുവാൻ തയ്യാറാകുന്ന പക്ഷം അവൻ താങ്കളെ രക്ഷിക്കും. അതുവരെയും ദൈവത്തെ എല്ലായ്പ്പോഴും സ്നേഹിക്കുന്ന ഒരു പിതാവിനെ പോലെ കാണുവാൻ കഴിയുകയില്ല. 6-ാം വാക്യം നോക്കിക്കാട്ട്. ദുഷ്ടന്മാരുടെ മേൽ അവൻ കണികളെ വർഷിപ്പിക്കും. തീയും ഗന്ധകവും ഉഷ്ണക്കാറ്റും അവരുടെ പാനപാത്രത്തിലെ ഓഹരിയായിരിക്കും. നാം ജീവിക്കുന്ന ഇക്കാലത്ത് അതിക്രമങ്ങളുടെ പാനപാത്രം നിറഞ്ഞു വരുന്നതായി കാണുവാൻ കഴിയുന്നുണ്ടല്ലേ. അത് നിറയുവാൻ ദൈവം അനുവദിക്കുകയും ചെയ്യുന്നു. അതിനെ തടസ്സപ്പെടുത്തുവാനായി ദൈവം യാതൊന്നും ചെയ്യുന്നില്ല. ദുഷ്ടന്മാർ അഭിവൃദ്ധി പ്രാപിക്കുന്നു.
നീതിമാന്മാരുടെ മേലും നീതികെട്ടവരുടെ മേലും അവൻ മഴയെ വർഷിപ്പിക്കുന്നു. വാസ്തവത്തിൽ ദുഷ്ടന്മാർക്കും നീതികെട്ടവർക്കുമാണ് കൂടുതൽ ലഭിക്കുന്നത് എന്ന് തോന്നിപ്പോകുമല്ലേ? ഇത് അവരുടെ കാലമാണല്ലോ. ഒടുവിലത്തെ വാക്യം നോക്കിക്കേ, 7-ാം വാക്യം. യഹോവ നീതിമാൻ, അവൻ നീതിയെ ഇഷ്ടപ്പെടുന്നു, നേരുള്ളവർ അവൻ്റെ മുഖം കാണും. ദൈവം നീതിയെ സ്നേഹിക്കുന്നു. പ്രയാസങ്ങളുടെ സമയത്ത് അടിസ്ഥാനങ്ങൾ ഇളകിപ്പോകുമ്പോൾ നാം ഭൂമിയിൽ നിന്ന് സ്വർഗത്തിലേക്ക് നോക്കേണ്ടതാകുന്നു. നേരുള്ളവർ അവൻ്റെ മുഖം കാണും. സ്തേഫാനോസിൻ്റെ അനുഭവം അതായിരുന്നു. അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 7-ാം അധ്യായത്തിൻ്റെ 54, 55, 56 വാക്യങ്ങളിൽ നാം അത് കാണുന്നു. എത്ര മനോഹരമായൊരു ചിത്രമാണ് ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. യഹോവ നീതിമാൻ, അവൻ നീതിയെ ഇഷ്ടപ്പെടുന്നു, നേരുള്ളവർ അവൻ്റെ മുഖം കാണും. പ്രശ്നങ്ങളുടെയും പ്രയാസങ്ങളുടെയും മധ്യത്തിൽ നമുക്ക് അവങ്കിലേക്ക് നോക്കി ആശ്വാസം കണ്ടെത്തുവാൻ സാധിക്കും. അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല എന്ന് നാം കാണുന്നു. ഈ എളിയവൻ നിലവിളിച്ചു, യഹോവ കേട്ടു, അവൻ്റെ സകല കഷ്ടങ്ങളിൽ നിന്നും അവനെ രക്ഷിച്ചു എന്നത്രേ 34-ാം സങ്കീർത്തനത്തിൻ്റെ 5ഉം 6ഉം വാക്യങ്ങളിൽ നാം വായിക്കുന്നത്. ദൈവം നീതിമാനാകുന്നു, നേരുള്ളവർ അവൻ്റെ മുഖം കാണും. നാം കർത്താവ് നമ്മെ പഠിപ്പിച്ചതായിട്ടുള്ള അതിമനോഹരമായ സതുപദേശങ്ങളിലേക്ക് പോകുമ്പോൾ മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിൽ അവിടെ പറയുന്നത്, ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും എന്നത്രേ. അതെ, ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത് ആ വിശുദ്ധിയാണ്. ആ വിശുദ്ധിയില്ലാതെ നമുക്ക് ആർക്കും ദൈവത്തെ കാണുവാൻ സാധിക്കില്ല. നാം നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും അധികം ആഗ്രഹിക്കുന്നത് ദൈവത്തെ കാണുക എന്നുള്ളതാണല്ലോ. അവിടുത്തെ സാന്നിധ്യബോധത്തിൽ ജീവിക്കുക എന്നുള്ളതാണല്ലോ. അത് നമുക്ക് സാധിക്കുന്നത് ഹൃദയം ശുദ്ധമായിരിക്കുമ്പോൾ മാത്രമാണ്. കള്ളവും കപടവുമൊക്കെ സമൂഹത്തിൽ സർവ്വസാധാരണമായതിനാൽ അതില്ലാതെ ഇന്ന് ജീവിക്കുവാൻ കഴിയില്ല എന്നും അവ പലപ്പോഴും ഉപദ്രവമൊന്നും ഇല്ലാത്തവയാണെന്നും മാത്രമല്ല ഇടയ്ക്കിടെ പ്രയോജനമുള്ളവ ആകുവാൻ വഴിയുണ്ടെന്നും വിശ്വാസികൾ പോലും വിശ്വസിക്കുവാൻ പരീക്ഷിക്കപ്പെടുന്നുണ്ടല്ലേ. ഈ കാര്യങ്ങളിൽ ഒരു പങ്കുവരെ ആരെയും കുറ്റപ്പെടുത്താത്തതിനാൽ പല വിശ്വാസികളും കുറ്റബോധമില്ലാതെ പാപത്തിൽ തുടരുന്നു. വിദേശത്തു നിന്ന് വരുമ്പോൾ ന്യായമായി അടയ്ക്കേണ്ട നികുതി അടയ്ക്കാതെ സാധനങ്ങൾ കൊണ്ടുവരുന്നത് കള്ളമാണെന്ന് എത്ര വിശ്വാസികൾക്ക് തോന്നാറുണ്ട്. വിവാഹാലോചന വരുമ്പോൾ എല്ലാം തുറന്നു പറഞ്ഞില്ലെങ്കിൽ അത് കപടമാണെന്ന് എന്തെങ്കിലും മറച്ചു വെച്ച്, അതെ, പ്രായമോ പഠിത്തമോ ജോലിയോ സ്വഭാവ ദൂഷ്യങ്ങളോ രോഗമോ എന്തെങ്കിലും മറച്ചു വെക്കുന്നത് വഞ്ചനയാണെന്നും വലിയ പാപമാണെന്നും ആർക്കാണ് തോന്നാറുള്ളത്? നികുതി വെട്ടിക്കുന്നതും കള്ളപ്പണം സമ്പാദിക്കുന്നതുമൊക്കെ കള്ളമായി ആരും ഇന്ന് പറയാത്തതിനാൽ ക്ഷമിക്കപ്പെടാത്ത പാപങ്ങളുമായി പലരും ആരാധനയിൽ, ആത്മീക കൂട്ടായ്മകളിൽ പങ്കുകൊണ്ട് ദൈവവുമായി യാതൊരു ബന്ധവുമില്ലാതെ കഴിഞ്ഞുകൂടുന്നു. ഭക്തിയുടെ വേഷം മാത്രമുള്ള, അതിൻ്റെ യാതൊരു ശക്തിയുമില്ലാത്ത ശോചനീയാവസ്ഥ. മറക്കരുത്, എല്ലാവരും ചെയ്യുന്നു എന്നതുകൊണ്ട് ദൈവം വഞ്ചന, കള്ളം, കപടം ഒക്കെ കണ്ണടച്ചു വിടുമെന്ന് കരുതരുത്. അറിഞ്ഞുകൊണ്ട് പാപത്തിൽ തുടരുന്നവരെ അനുഗ്രഹിക്കുവാൻ ദൈവവചനത്തിൽ യാതൊരു പ്രമാണവുമില്ല. ദൈവത്തോട് ബന്ധമില്ലാത്തവർക്കും ദൈവത്തോടുള്ള കൂട്ടായ്മ നഷ്ടപ്പെടുത്തിയവർക്കും ദൈവസന്നിധിയിൽ ചെന്ന് എന്തെങ്കിലും അപേക്ഷിപ്പാൻ അവകാശമില്ല. ഈ പറഞ്ഞ പാപങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുവാൻ ശ്രമിച്ചാൽ ലോകം നമ്മെ കുറ്റപ്പെടുത്തും എന്നതിൽ സംശയവുമില്ല. നാം തനിയെ ഉള്ളെന്നും ഒറ്റയ്ക്ക് നിന്ന് പോരാടേണ്ടി വരുമെന്നുമൊക്കെ ഉള്ള ആ ചിന്ത നമ്മെ ആകെ തളർത്തിയെന്ന് വന്നേക്കാം. എന്നാൽ ദുഷ്ടതയോടുള്ള നമ്മുടെ പോരാട്ടത്തിൽ നാം ഒരിക്കലും തനിയല്ല. ഇതാ ദാവീദിൻ്റെ അനുഭവം തന്നെ ഒന്ന് ശ്രദ്ധിച്ചാലും. താങ്കളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും പ്രാർത്ഥനാ വിഷയങ്ങളും ഇന്ന് തന്നെ ഞങ്ങളെ വിളിച്ചറിയിക്കുക. വിളിക്കേണ്ട നമ്പർ 8281384455. ഇന്നത്തെ പ്രോഗ്രാം താങ്കൾക്ക് ഇഷ്ടപ്പെട്ടുവോ? എങ്കിൽ ഉടൻ തന്നെ ഞങ്ങൾക്കൊരു മിസ് കോൾ തരിക. അടുത്ത വിജയി ഒരുപക്ഷെ താങ്കളായിരിക്കാം. പ്രവചനപരമായി 12-ാം സങ്കീർത്തനവും ഇതിനു മുമ്പുള്ള സങ്കീർത്തനങ്ങൾ പോലെ തന്നെയാണ്. ഇതിൻ്റെ അന്തിമമായ നിവൃത്തിയിൽ ഇത് മഹാപീഡന കാലത്തെ ഇസ്രായേലിലെ ദൈവിക ശേഷിപ്പിനെ കുറിക്കുന്നു. ആ ദിവസങ്ങളിലെ മഹാപീഡന കാലത്തെ വിശ്വാസത്യാഗത്തെക്കുറിച്ച് ആദ്യത്തെ വാക്യങ്ങളിൽ വിവരിച്ചിരിക്കുന്നു. ഇസ്രായേലിലും സഭയിലും വിശ്വാസത്യാഗം സംഭവിപ്പാനിരിക്കുന്നു എന്ന കാര്യം ശ്രദ്ധിക്കുക. 12-ാം അധ്യായത്തിൻ്റെ 12-ാം സങ്കീർത്തനത്തിൻ്റെ 1-ാം വാക്യം ഞാനൊന്ന് വായിക്കട്ടെ. യഹോവയെ രക്ഷിക്കണമേ, ഭക്തന്മാർ ഇല്ലാതെ പോകുന്നു.
വിശ്വസ്തന്മാർ മനുഷ്യപുത്രന്മാരിൽ കുറഞ്ഞിരിക്കുന്നു. ഞാൻ മാത്രം ശേഷിച്ചിരിക്കുന്നു. ഇന്ന് ദൈവത്തിന് വേണ്ടി നിൽക്കുന്നവനായ ഞാൻ മാത്രമാകുന്നു എന്ന് പറഞ്ഞ ഏലിയാവിനെ പോലെയുള്ള മനോഭാവം ഉണ്ടാകുക എളുപ്പമാണ്. അനേകരും അങ്ങനെയുള്ള ചിന്താഗതി വെച്ച് പുലർത്താറുണ്ട്. അത് ശരിയല്ല. എന്നാൽ എല്ലായിടത്തും അഭക്തിയും വിശ്വാസത്യാഗവും കാണുമ്പോൾ ഇതുപോലെയുള്ള ചിന്ത ഉണ്ടാകാവുന്നതത്രേ. 2-ാം വാക്യത്തിൽ നാം കാണുന്നു, ഓരോരുത്തൻ താൻ്റെ കൂട്ടുകാരനോട് വ്യാജം സംസാരിക്കുന്നു, കപടമുള്ള അധരത്തോടും ഇരുമനസ്സോടും കൂടെ അവർ സംസാരിക്കുന്നു. വിശ്വാസികൾ സത്യം സംസാരിക്കേണ്ട ഒരു കാലയളവാണിത്. ഒന്ന് പറയുകയും മറ്റൊന്ന് പ്രവർത്തിക്കുകയും അരുത്. ഇരുമനസ്സോടുകൂടെയുള്ള സംസാരം ഇന്ന് സാധാരണമാണ്. എങ്ങും സത്യം കാണുവാനില്ല. 3-4 വാക്യങ്ങളിൽ കപടമുള്ള അധരങ്ങളെയൊക്കെയും വമ്പ് പറയുന്ന നാവിനെയും യഹോവ ഛേദിച്ചു കളയും. ഞങ്ങളുടെ നാവ് കൊണ്ട് ഞങ്ങൾ ജയിക്കും, ഞങ്ങളുടെ അധരങ്ങൾ ഞങ്ങൾക്ക് തുണ, ഞങ്ങൾക്ക് യജമാനൻ ആരെന്ന് അവർ പറയുന്നു. അഹങ്കാരികളെയാണ് ഈ സങ്കീർത്തനത്തിൽ സങ്കീർത്തനക്കാരൻ പിന്തുടരുന്നത്. ഞങ്ങൾക്കിഷ്ടമുള്ളത് ഞങ്ങൾ പറയും എന്ന് അവർ പറയുന്നു. ഇതുപോലെയുള്ള അഹങ്കാരവും നിഗളവുമാണ് സഭയിൽ ഇന്ന് നാം കണ്ടുവരുന്ന വിശ്വാസത്യാഗം. യൂദായുടെ ലേഖനം നാം വായിക്കുമ്പോൾ അതിൻ്റെ 16-ാം വാക്യത്തിൽ അപ്പോസ്തലൻ വരുവാനിരിക്കുന്ന വിശ്വാസത്യാഗത്തെക്കുറിച്ച് ഇപ്രകാരം പറഞ്ഞിട്ടുണ്ട്: അവർ പിറുപിറുപ്പുകാരും തങ്ങളുടെ ഗതിയെക്കുറിച്ച് ആവലാതി പറയുന്നവരുമായി സ്വന്തം മോഹങ്ങളെ അനുസരിച്ച് നടക്കുന്നു. അവരുടെ വായ് വമ്പ് പറയുന്നു, കാര്യസാധ്യത്തിനായി അവർ മുഖസ്തുതി പ്രയോഗിക്കുന്നു. വേറെ വിധത്തിൽ പറഞ്ഞാൽ വിശ്വാസത്യാഗികൾ ഒരു കൂട്ടം കള്ളന്മാരാകുന്നു എന്നർത്ഥം. തുടർന്ന് നാം ദൈവജനത്തെക്കുറിച്ച് കാണുന്നു. 5-ാം വാക്യം: എളിയവരുടെ പീഡയും ദരിദ്രന്മാരുടെ ദീർഘശ്വാസവും നിമിത്തം ഇപ്പോൾ ഞാൻ എഴുന്നേൽക്കും, രക്ഷയ്ക്കായി കാക്ഷിക്കുന്നവനെ ഞാൻ അതിലാക്കും എന്ന് യഹോവ അരുളി ചെയ്യുന്നു. അവരെ പീഡിപ്പിക്കുന്നവരുടെ കയ്യിൽ നിന്നും ഞാൻ അവരെ രക്ഷിക്കുമെന്നാണ് ദൈവം പറയുന്നത്. ഞാൻ അവരെ സുരക്ഷിതമായി കാക്കും, ഞാൻ അവരെ സുരക്ഷിത സ്ഥാനത്താക്കി വെക്കുമെന്ന് ദൈവം പറയുന്നു. അതെ, ദൈവത്തെ വിളിക്കുന്ന ഒരു ദൈവ പൈതൽ അവൻ ആരായിരുന്നാലും അവനെ കാക്കുവാൻ ദൈവം മതിയായവനാണ്. അതേ സുഹൃത്തെ, എളിയവരെയും ദരിദ്രന്മാരെയും കാത്തു പരിപാലിക്കുന്ന, പീഡിതന്മാരിൽ നിന്ന് രക്ഷിക്കുന്ന ഒരു ദൈവം ജീവിക്കുന്നു. അവൻ അനാഥരുടെ പിതാവും വിധവമാരുടെ ന്യായപാലകനുമാകുന്നു. 6-ാം വാക്യം നോക്കിക്കേ: യഹോവയുടെ വചനങ്ങൾ നിർമ്മല വചനങ്ങളാകുന്നു, നിലത്ത് ഉലയിൽ ഉരുക്കി 7 പ്രാവശ്യം ശുദ്ധി ചെയ്ത വെള്ളി പോലെ തന്നെ. ദുഷ്ടൻ വമ്പ് പറയുകയും മുഖസ്തുതി പ്രയോഗിക്കുകയും ചെയ്യുന്നു. അവർ പറയുന്നത് നിങ്ങൾക്ക് വിശ്വസിക്കുവാൻ കഴിയുകയില്ല. എന്നാൽ യഹോവയുടെ വചനങ്ങൾ നിർമ്മല വചനങ്ങളാകുന്നു. അതുകൊണ്ടാണ് കൂടുതൽ സമയം നാം ദൈവവചനം പഠിക്കുന്നതിന് ചിലവഴിക്കേണ്ടതാകുന്നു എന്ന് പറയുന്നത്. നമ്മെ സുരക്ഷിതരായി കാക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്ന കോട്ട അതാകുന്നു. നാം ഈ കോട്ടയ്ക്ക് വെളിയിൽ പോയാൽ, ഈ വേലിക്കെട്ടിന് വെളിയിൽ പോയാൽ പിന്നെ സുരക്ഷിതരായിരിക്കുവാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് ദൈവം പറയുന്നത്, നിങ്ങൾ അതിനകത്തായിരിക്കൂ, ദൈവവചനത്തിൽ. 7-ാം വാക്യം: യഹോവേ, നീ അവരെ കാത്തുകൊള്ളും, ഈ തലമുറയിൽ നിന്ന് നീ അവരെ എന്നും സൂക്ഷിക്കും. മനുഷ്യപുത്രന്മാരുടെ ഇടയിൽ വഷളത്വം പ്രബലപ്പെടുമ്പോൾ ദുഷ്ടന്മാർ എല്ലായിടവും സഞ്ചരിക്കുന്നു. ഇങ്ങനെയുള്ളൊരു കാലത്താണ് നാം ജീവിക്കുന്നത്. എന്നാൽ മഹാപീഡന കാലത്ത് ഇത് ശരിക്കും വാസ്തവമായിരിക്കും. യെശയ്യാ പ്രവാചകൻ പറയുന്നത് ശ്രദ്ധിക്കുക: യഹോവയുടെ വചനത്തിൽ വിറയ്ക്കുന്നവരെ, അവൻ്റെ വചനം കേട്ടുകൊള്ളുവിൻ. നിങ്ങളെ പകച്ച് എൻ്റെ നാമം നിമിത്തം നിങ്ങളെ പുറത്താക്കി കളയുന്ന നിങ്ങളുടെ സഹോദരന്മാർ, ഞങ്ങൾ നിങ്ങളുടെ സന്തോഷം കണ്ട് രസിക്കേണ്ടതിന് യഹോവ തന്നെത്താൻ മഹത്വീകരിക്കട്ടെ എന്ന് പറയുന്നുവല്ലോ. എന്നാൽ അവർ ലജ്ജിച്ചു പോകും. യെശയ്യാ പ്രവചനം 66:5 ഞാൻ വായിച്ചത്. കാലാവസാനത്തിങ്കൽ യെരൂശലേം ദേവാലയത്തിലെ ആരാധനയുടെ ഒരു നല്ല ചിത്രമാണ് ഇവിടെ ലഭിക്കുന്നത് എന്നത്ര എൻ്റെ വിശ്വാസം. ശത്രുക്കൾ തന്നെ പിടിക്കുവാൻ വന്നപ്പോൾ യേശു ഇങ്ങനെ പറഞ്ഞു: ഇത് നിങ്ങളുടെ നാഴികയും ഇരുളിൻ്റെ അധികാരവുമാകുന്നു എന്ന്. ലൂക്കോസിന് സുവിശേഷം 22:53. ശത്രു പ്രബലനായിത്തീരുന്ന ചില സന്ദർഭങ്ങളിൽ കൂടി നാം കടന്നു പോകാറുണ്ട്. എന്നാൽ തൻ്റെ മക്കളുടെ ജീവിതത്തിലും ഹൃദയത്തിലും എന്തെങ്കിലും പ്രയോജനപ്രദമായ കാര്യം നിറവേറ്റപ്പെടുന്നതിനല്ലാതെ തൻ്റെ മക്കളുടെ ജീവിതത്തിൽ ദൈവം അപ്രകാരം അനുവദിക്കുകയില്ല. നന്മയ്ക്കായി ചിലപ്പോൾ ദൈവം അപ്രകാരം അനുവദിച്ചു എന്ന് വരാം. ഇനി നമുക്ക് 13-ാം സങ്കീർത്തനത്തിലേക്ക് വരാം. 9 മുതൽ 15 വരെയുള്ള സങ്കീർത്തനങ്ങൾ വരുവാനിരിക്കുന്ന ആ വലിയ കഷ്ടതയെയും മഹാപീഡനത്തെയും അന്ന് വെളിപ്പെടുവാനിരിക്കുന്ന എതിർ ക്രിസ്തുവിനെയും ദൈവത്തോട് വിശ്വസ്ത ആയിരിക്കുന്ന യഹൂദ ശേഷിപ്പിനെയുമാണ് ചിത്രീകരിക്കുന്നത് എന്ന് മുമ്പ് പഠിപ്പിച്ച കാര്യം ഓർമ്മയിലുണ്ടല്ലോ. അത് ഒരു വലിയ പരിശോധനയുടെ സമയമായിരിക്കും. ദാവീദ് ഈ സങ്കീർത്തനം തൻ്റെ പരിശോധനയുടെ അനുഭവത്തിൽ എഴുതിയതാണ്. ഇതിന് ദാവീദിൻ്റെ അനുഭവത്തോട് ചേർന്ന ഒരു വ്യാഖ്യാനമുണ്ട്. അതുപോലെ സമഭൂമിയിൽ നിന്നും എടുക്കപ്പെട്ടതിന് ശേഷം
അന്ത്യനാളുകളോട് ബന്ധപ്പെട്ട ഒരു പ്രവചന വ്യാഖ്യാനവും ഇതിനുണ്ട്. ദാവീദ് ഈ സങ്കീർത്തനം എഴുതിയപ്പോൾ ശൗൽ രാജാവ് അവനെ പിന്തുടരുന്നുണ്ടായിരുന്നു. ഈ സമയം അവൻ ഒരുപക്ഷെ അതുല്ലാം ഗുഹയിൽ ഒളിച്ചിരിക്കുകയായിരുന്നിരിക്കാം. അവനെ പിടിക്കുവാൻ ഫെലിസ്തീയർ കൂട്ടമായി ഇറങ്ങി പുറപ്പെട്ടിരുന്ന കാലം. ഓരോ ദിവസം കഴിയും തോറും താൻ വളരെ നിസ്സഹായ അവസ്ഥയിലാകുന്നു എന്ന ബോധമാണ് ദാവീദിനുണ്ടായിരുന്നത്. ശരീരത്തിലും മനസ്സിലും ക്ഷീണിതനായി അവൻ ദൈവത്തോട് നിലവിളിക്കുന്നു. 1-ാം വാക്യം, 13-ാം സങ്കീർത്തനത്തിൻ്റെ 1-ാം വാക്യം. യഹോവേ, എത്രത്തോളം നീ എന്നെ മറന്നുകൊണ്ടിരിക്കും? നീ എത്രത്തോളം നിന്റെ മുഖത്തെ ഞാൻ കാണാതെ വണ്ണം മറയ്ക്കും? ദാവീദിനെ വളരെയധികം വിഷാദാത്മകതയോടെയാണ് ഇവിടെ കാണുന്നത്, അല്ലേ? ദൈവം തന്നെ മറന്നു കളഞ്ഞുവെന്നും താൻ ഇപ്പോൾ തനിയെ ആകുന്നുവെന്നുമുള്ള ചിന്തയാണ് ദാവീദിനുള്ളത്. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ, പല സന്ദർഭങ്ങളിൽ പ്രശ്നങ്ങൾ താങ്കളെ ഞെരുക്കിയപ്പോൾ ഈ വിധമായ ചിന്ത താങ്കളിൽ കൂടി കടന്നുപോയില്ലേ? ദൈവം താങ്കളെ മറന്നു കളഞ്ഞുവെന്ന്, താങ്കളെ സഹായിപ്പാൻ ആരുമില്ലെന്ന്, ദൈവം പോലും എന്നെ തനിയെ ആക്കി എന്ന് താങ്കൾ ചിന്തിച്ചില്ലേ? ദാവീദിനെ ഭരിച്ച ചിന്ത ചിലപ്പോഴൊക്കെ നമ്മിൽ കൂടിയും കടന്നു വരാറുണ്ടില്ലേ? 2-ാം വാക്യം, എത്രത്തോളം ഞാൻ എൻ്റെ ഉള്ളിൽ വിചാരം പിടിച്ച് എൻ്റെ ഹൃദയത്തിൽ ദിവസം പ്രതി ദുഃഖം അനുഭവിക്കേണ്ടി വരും? എത്രത്തോളം എൻ്റെ ശത്രു എൻ്റെ മേൽ ഉയർന്നിരിക്കും? ഇത് എത്രത്തോളം തുടർന്നുകൊണ്ടിരിക്കുമെന്ന് ദാവീദ് ചിന്തിക്കുകയാണ്. ഈ സമയം ദാവീദ് വളരെ ക്ഷീണിതനായ മനുഷ്യനാണ്. തുടർന്ന് പ്രാർത്ഥനയിൽ അവൻ ദൈവത്തിങ്കിലേക്ക് തിരിയുന്നു. അതാണ് അവൻ്റെ ശക്തി. 3-ാം വാക്യം, എൻ്റെ ദൈവമായ യഹോവയെ കടാക്ഷിക്കണമേ, എനിക്ക് ഉത്തരമരുളണമേ. ഞാൻ മരണനിദ്ര പ്രാപിക്കാതിരിപ്പാൻ എൻ്റെ കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ. ഇതെഴുതുമ്പോൾ ദാവീദ് വളരെയധികം അപകട സാധ്യതയിലായിരുന്നു. തൻ്റെ ശത്രു തന്നെ കൊല്ലുമെന്നുള്ള വിചാരത്താൽ ദാവീദിന് ഉറങ്ങുവാൻ പോലും കഴിഞ്ഞിരുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അവന് വിശ്രമം അധികം ആവശ്യമായിരുന്നു. അതുകൊണ്ട് തനിക്ക് ഉറക്കം നൽകി കാത്തുപാലിക്കണമേ എന്ന് ദാവീദ് ദൈവത്തോട് അപേക്ഷിക്കുന്നു. 4-ാം വാക്യം, ഞാൻ അവനെ തോൽപ്പിച്ചു എന്ന് എൻ്റെ ശത്രു പറയരുതേ. ഞാൻ ഭ്രമിച്ചു പോകുന്നതിനാൽ എൻ്റെ വൈരികൾ ഉല്ലസിക്കുകയുമരുതേ. ദാവീദിനെ പിടിക്കുവാൻ കഴിഞ്ഞാൽ ശത്രുക്കൾ സന്തോഷിക്കുവാൻ കാരണമാകും. അങ്ങനെ ശത്രു സന്തോഷിക്കുവാൻ ഇടയാകുന്നത് ദാവീദിന് മാത്രമല്ല, ദൈവത്തിന് എതിരായിട്ടായിരിക്കും. അതുകൊണ്ട് ശത്രു വിജയിക്കാൻ ഇടയാകരുതേ എന്ന് അവൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ദാവീദ് തൻ്റെ പ്രാർത്ഥന തുടരുകയും അവസാനം അവൻ ദൈവത്തിലുള്ള അചഞ്ചലമായ വിശ്വാസത്തിലും ആശ്രയത്തിലും സമാധാനവും വിശ്രമവും കണ്ടെത്തുകയും ചെയ്യുന്നു. ഇതൊരു മനോഹരമായ സങ്കീർത്തനമാണ്. നിരാശയോടെ ആരംഭിക്കുന്നു. എന്നാൽ നോക്കിക്കുക 5-ാം വാക്യം, ഞാനോ നിൻ്റെ കരുണയിൽ ആശ്രയിക്കുന്നു, എൻ്റെ ഹൃദയം നിൻ്റെ രക്ഷയിൽ ആനന്ദിക്കും. തൻ്റെ ഈ പ്രശ്നങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറുവാൻ തനിക്ക് തന്നെ കഴിവുണ്ട് എന്ന് ദാവീദ് ചിന്തിച്ചില്ല. എത്രത്തോളം എന്ന് ചിന്തിച്ച് നിരാശയുടെ അടിത്തട്ടിലായിരുന്ന ദാവീദ് പറയുകയാണ്, ദൈവത്തിന് മാത്രമേ തന്നെ രക്ഷിക്കുന്നതിനും വിടുവിക്കുന്നതിനും കഴിയുകയുള്ളൂ എന്ന്. അതവൻ മനസ്സിലാക്കി. ദൈവം അവൻ്റെ രക്ഷയായിരുന്നു. 6-ാം വാക്യം, യഹോവ എനിക്ക് നന്മ ചെയ്തിരിക്കുകൊണ്ട് ഞാൻ അവന് പാട്ടുപാടും. ആരംഭവും ഇതിൻ്റെ അവസാനവും നിങ്ങളൊന്ന് നോക്കിക്കേ. ആരംഭം നാം കണ്ടപ്പോൾ ചിന്തിച്ചു ആകെ തീർന്നു എന്നല്ലേ? എന്നാൽ അവസാനിക്കുന്നത് പാട്ടുപാടിക്കൊണ്ടാണ്. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ, താങ്കൾ ആരായിരുന്നാലും, എവിടെ പാർക്കുന്ന വ്യക്തിയായിരുന്നാലും, ഏത് സാഹചര്യത്തിൽ കൂടി കടന്നു പോകുന്നുവെങ്കിലും താങ്കൾക്ക് ദൈവത്തെ പാടി സ്തുതിക്കുവാൻ കഴിയും. താങ്കളുടെ രോഗക്കിടക്കയിൽ താങ്കൾക്ക് അവനെ പാടി സ്തുതിക്കുവാൻ കഴിയുമോ? താങ്കളുടെ പ്രയാസത്തിൽ ദൈവത്തെ സ്തുതിക്കുവാൻ കഴിയുമോ? പൗലോസും ശീലാസും ഫിലിപ്പിയിലെ കാരാഗൃഹത്തിൽ അടയ്ക്കപ്പെട്ടപ്പോൾ രാത്രിയുടെ നിശബ്ദതയിൽ അവർ ദൈവത്തെ പാടി സ്തുതിച്ചുവെന്നാണ് അപ്പോസ്തലപ്രവൃത്തികൾ 16:25 നാം വായിക്കുന്നത്. അതേ സുഹൃത്തെ, പ്രതികൂലങ്ങളുടെ മധ്യത്തിൽ താങ്കൾക്ക് പാട്ടുപാടുവാൻ കഴിയുമോ? ദാവീദിനെ പോലെ ദൈവത്തിലുള്ള പൂർണ്ണമായ വിശ്വാസവും ആശ്രയവും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും താങ്കൾക്ക് പാടുവാൻ സാധിക്കും. കഷ്ടങ്ങളിൽ പാട്ട് പാടുന്ന ദാവീദ് ദൈവത്തിലുള്ള തൻ്റെ വിശ്വാസത്തിലും ആശ്രയത്താലും ആകുന്നു അത് ചെയ്യുന്നത്. അവൻ 13-ാം സങ്കീർത്തനത്തിൽ ഒരുപാട് ചോദ്യങ്ങളുമായി ആരംഭിച്ചു. ദൈവമേ, നീ എവിടെയാകുന്നു? നീ എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത്? എന്നാൽ അത് അവസാനിക്കുന്നത് കണ്ടോ? എത്ര മനോഹരമായിട്ട്. ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരാൾ എത്ര വലിയ പ്രതിസന്ധികളിൽ കൂടി പോയാലും, ആദ്യം പതറിയെന്ന് തോന്നിയാലും അത് ശാശ്വതമായിട്ടിരിക്കില്ല. അവരുടെ ആ പതറിച്ച എത്രയും പെട്ടെന്ന് മാറി ദൈവത്തിലുള്ള ആശ്രയത്തിൽ മുൻപോട്ട് പോകുന്നത് കാണാൻ സാധിക്കും. എന്നെ ശ്രദ്ധിക്കുന്ന നിങ്ങളുടെ ജീവിതത്തിൽ ആകെ പ്രശ്നപൂരിതമായ എന്തെങ്കിലുമൊക്കെ അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്ന സമയമാകുന്നുവെങ്കിൽ 13-ാം സങ്കീർത്തനം വായിച്ചാട്ടെ. അത് നിങ്ങൾക്ക് അധികം ശക്തി നൽകും,
നിങ്ങൾക്ക് ഉറപ്പ് നൽകും, ദൈവത്തിലുള്ള വിശ്വാസം നൽകും. ദൈവം നിങ്ങളെ അതിനായി സഹായിക്കട്ടെ.